വയലൻസ് ഒക്കെ അടിപൊളി. എൻജോയ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. വയലൻസ് ചോരക്കളവാണ്. നമ്മൾ കാട്ടുതീ എന്നൊക്കെ പറയുമല്ലോ, ഇത് കാട്ടു ചോരയാണ്. ഉണ്ണിമൂന്തൻസ് കം ബാക്ക് ആണ്, ഫയർ ആണ് ഉണ്ണിമൂന്തൻ. ഒരു വെസ്റ്റേൺ സ്റ്റൈൽ കാണുന്നുണ്ട്. അമേരിക്കൻ സൈക്കോ, പാട്രിക് ബേറ്റ്മാൻ, അതിൻ്റെ ഒരു റെഫറൻസ് ഒക്കെ കാണുന്നുണ്ട്. വയലൻസിൻ്റെ ഒരു ബെഞ്ച് മാർക്കാണിത്. മറ്റേ ഡിപ്രഷൻ, ആ ഒരു മാഡ് എല്ലാത്തിനും പറയുന്നില്ല. പിന്നെ ശരി, അടിപൊളിയായിരുന്നു. സീൻ സാധനം കണ്ട് മസ്റ്റ് വാച്ച്. കൊള്ളാം. ഒരു രക്ഷയില്ല. സീൻ വയലൻസ് എന്ന് പറഞ്ഞാൽ അജാതി വയലൻസ്. ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ല. കയ്യും കാലൊക്കെ ചെറപറാന്ന് പറഞ്ഞാൽ എടുക്കുന്നത് അത്രേ ഉള്ളൂ. ഇനിയും അടിപൊളി. അടിപൊളിയായിരുന്നു. വയലൻസ് ഒക്കെ അടിപൊളി. എൻജോയ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല പടം, നല്ല കൊള്ളാം, നല്ല പടം. വയലൻസ് ഇഷ്ടംപോലെ വയലൻസ് ഉണ്ട്. ബ്രൂട്ടൽ സീൻസ് ആണ്. പടം അടിപൊളി. നൈസ് പടം, ഒന്നും പറയാൻ പറ്റില്ല. നൈസ് പടം. ബ്രോ പടം കിട്ടും ബ്രോ. വയലൻസ് ചോരക്കളവാണ്. നമ്മൾ കാട്ടുതീ എന്നൊക്കെ പറയുമല്ലോ, ഇത് കാട്ടു ചോരയാണ്. കിടുതമാണ്. ഉണ്ണിമൂന്തൻ പക്ക. ഒരു സിനിമ കൊള്ളായിരുന്നു. എല്ലാവരും വന്ന് കാണണം. കുഴപ്പമില്ല. മേക്ക് ഓവറൊക്കെ വിഷയം ഉണ്ണിമൂന്തൻ്റെ. പിന്നെ ക്യാമറ ഷോട്ട്സ് ഒക്കെ നല്ലതായിരുന്നു. ഫൈറ്റ് ഒന്നും പറയണ്ട, എല്ലാം പൊളി തന്നെ. ഫാമിലി ആയിട്ടൊന്ന് കാണാൻ, ഫാമിലിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഞാറുണ്ട്. പക്ഷേ ഫ്രണ്ട്സായിട്ടൊന്ന് കണ്ടാൽ നല്ല വൈബാണ്. സിനിമ പൊളിയാണ്, ഒന്നും പറയാനില്ല. ഉണ്ണിമുകുന്ദൻ്റെ കമ്പാക്കാണ്, വേറെ ഒന്നും പറയാനില്ല. പൊളി സിനിമ. ഉണ്ണിമുകുന്ദൻ്റെ കമ്പാക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര ബ്രൂട്ടൽ ഒരു സിനിമ മലയാള ഇൻഡസ്ട്രിയിൽ ഇറങ്ങി കാണൂല. ഇനി ഇറങ്ങുമെന്ന് പറഞ്ഞുകൂടാ. പൊളി സിനിമയായിരുന്നു. അപ്പോൾ സിനിമ കേട്ടോ. സെക്കൻഡ് ഹാഫ് തൊട്ട് തീയെന്ന് വെച്ചാൽ തീയാണ്. ഉണ്ണിമുകുന്ദൻ്റെ ബോഡിയും പിന്നെ ആ ഒരു ഫൈറ്റ് സീനും ഫൈറ്റിൻ്റെ ആ ഇതൊക്കെ കിടുപ്പായിട്ട് എടുത്തിട്ടുണ്ട്. മസ്റ്റ് വാച്ചാണ്. ഒരു 10/10 തന്നെ കൊടുക്കുക ഒരു ആക്ഷൻ മൂവിക്ക്. ഇച്ചിരി വയലൻസ് ഉണ്ട്, എന്നാലും ആ ഒരു ഇതിൽ കണ്ടിരിക്കാൻ പറ്റുന്നവർക്ക് കാണാം. റേറ്റഡ് മൂവി ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനനുസരിച്ച് ആ വയലൻസും കാര്യങ്ങളൊക്കെ മപ്പായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആട്ടാ. ഉണ്ണിമൂന്തൻ സൂപ്പർ ആക്ടിങ്. ഒരു വെസ്റ്റേൺ സ്റ്റൈൽ കാണുന്നുണ്ട്. അമേരിക്കൻ സൈക്കോ, പാട്രിക് ബേറ്റ്മാൻ, അതിൻ്റെ ഒരു റെഫറൻസ് ഒക്കെ കാണുന്നുണ്ട്. സൂപ്പർ മൂവി. ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് പൊളിയായിരുന്നു. അടിപൊളി മൂവി. ഉണ്ണിമൂന്തൻ ഓൺ സ്ക്രീൻ സ്വാഗ് എന്ന് വെച്ചാൽ സ്വാഗാണ്. ജഗദീഷും വേറെ ലെവൽ. ജഗദീഷ് എനിക്കൊന്ന് ഏറ്റവും കിടിലം പെർഫോമൻസ് ആണെന്ന് തോന്നുന്നു. മൂവി ഒരു അബ്രപ്റ്റ് എൻഡ് ആയിപ്പോയി അവസാനം എന്നുള്ളതെല്ലാം കിടിലം. തിയേറ്റർ വാച്ചാണ്. ബായ് ഒന്നും പറയാനില്ല. ഇത് അങ്ങേയറ്റം ലെവല്. ഇതിൻ്റെ ഒരു ഇപ്പം ഞാൻ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും ഇത് ഒരു വയലൻസിൻ്റെ ഒരു ബെഞ്ച് മാർക്കാണിത്. മറ്റേ ഡിപ്രഷൻ, ആ ഒരു മാഡ് എല്ലാത്തിനും പറയുന്നില്ല. ഇപ്പം സീന അത് പിടിച്ചിരിക്കാൻ പറ്റുമെന്നാണല്ലോ. കാരണം ഫൈനൽ മൊമെൻറ്റ്സ് ഒക്കെ അതൊക്കെ ഫിനാലെയൊക്കെ എൻ്റെ പൊന്നെ വയലൻസിൻ്റെ അങ്ങേയറ്റ. ഞാൻ ബോഡി ഹൊറർ ഫിലിംസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. അത്രേ പറയുള്ളൂ. അങ്ങേയറ്റ ലെവൽ വയലൻസാണ്. ഉണ്ണിമുകുന്ദൻ ആക്ടറിൻ്റെ സൂപ്പറും പിന്നെ ഹനീഫ് അദാനിൻ്റെ ഡയറക്ഷൻ ബ്രില്യൻസ്. അപ്പം ബോസാങ്കോൻ്റെ ഡയറക്ടറാണ് ഇപ്പോൾ ഇത് ചെയ്തതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും ആയിരുന്നില്ല. പീക്ക് ഫിലിം. അത്രേ പറയുള്ളൂ. പീക്ക് സിനിമ. സിനിമയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വർഷം കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് സിനിമയായിരുന്നത്. ഒരു 2.47 ഇതായിരുന്നു എൻ്റെ മിനിറ്റ്സ് ഡ്യൂറേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് സമയം പോയതെന്ന് പറഞ്ഞില്ല, അത്രയ്ക്ക് കിടില സിനിമയായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ പീക്കൊക്കെ അങ്ങ് അറ്റുമായിരുന്നു. അത്രയ്ക്ക് വയലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണ് കളിപ്പം. അത്രയ്ക്ക് വയലൻസ് ആയിരുന്നു. മാസ് പടമായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. ഭയങ്കര വയലൻസ്, പീക്ക് വയലൻസ്. ചിലപ്പോൾ ഇറ്റ്സ് നോട്ട് ഫോർ ദ ഫെയിൻറ്റ് ഓഫ് ഹാർട്ട്. ഓക്കെ, ഭയങ്കര വയലൻസാണ്. ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോകാത്തതിൻ്റെ ആ ഒരു ഇതാണ്. പക്ഷേ ഇമാതിരി സാധനമാണ്. ആ ഒരു മർഡറസ് ഇൻറ്റൻ്റൊക്കെ കാണുമ്പോൾ എൻ്റെ ഉണ്ണിമുകുന്ദൻ ആക്ച്വലി അങ്ങേരുടെ റോൾ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പീക്ക് അങ്ങനെ ഫിസിക്കെല്ലാം എടുത്ത് കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രെയിംസൊക്കെ പറയുന്നെങ്കിൽ നല്ല തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ഫ്രെയിംസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ആക്ച്വലി ഓവർ ഗുഡ് മൂവി. ടോപ്പ് നോച്ച് ആയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഉണ്ണിമൂന്തൻ്റെ കം ബാക്ക് മൂവിയാണ്. ഇറ്റ് വാസ് ലൈക്ക് സൂപ്പർ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ്. വയലൻസ് അതും ടോപ്പ് നോച്ചാണ്. ബട്ട് ഇറ്റ് വാസ് ഗുഡ് ടു വാച്ച്. ഭയങ്കര എൻഗേജ്ഡിങ് ആയിരുന്നു. ഒരു ബോർഡമും ഇല്ല. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുമോ എന്നൊരു ഡൗട്ടുണ്ട്. ബട്ട് യൂത്ത് കൊണ്ടുപോയി ഇത് ഷുവറായിട്ടുമുണ്ട്. സൂപ്പറാണ്. ഉണ്ണിമൂന്തൻസ് കം ബാക്ക് ആണ്, ഫയർ ആണ് ഉണ്ണിമൂന്തൻ. സെറ്റ് ഫിലിമായിരുന്നു. കണ്ടതിൽ ഇപ്പോൾ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ഫൈറ്റ് സീൻസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും കിടിലുമായിട്ടുണ്ടായിരുന്നു. വേർത്ത് മണിയാണ്. 200 രൂപ കൊടുത്ത് കണ്ടു. അത്രയും പൈസയ്ക്ക് വേർത്തായിരുന്നു. അടിപൊളി സിനിമയാണ്. ഇതേപോലെ ഒരു സിനിമ ഇതുവരെ കണ്ടിട്ടില്ല ഈ ടൈപ്പ്. പിന്നെ ശരി, വയലൻസ് വിഷയമായിരുന്നു. അതായത് തുടക്കം വരെ അവസാന വയലൻസ് ആണ് വിഷയം. വയലൻസ് കാണാൻ വേണ്ടി കാണുന്ന സിനിമ. പൊളി. സൂപ്പർ സിനിമ. ഭയങ്കര വയലൻസ്. അടിപൊളി. സൂപ്പർ. ഉണ്ണിമുകുന്ദനൊക്കെ സീൻ ഭയങ്കര വയലൻസ്. ഉണ്ണിമുകുന്ദൻ പെർഫെക്റ്റ്. ഓക്കെ, ഒരു രക്ഷയില്ല. ഫുള്ള് ഫൈറ്റ് നല്ല കൊള്ളാം. നൈസായിട്ടുണ്ട്. മലയാളത്തിൽ കണ്ട ഏറ്റവും വയലൻസ് കൂടിയ ആദ്യത്തെ സിനിമയാണ് ഉണ്ണിമുകുന്ദൻ. കിടിലൻ ആക്ടിങ്, നൈസായിരുന്നു. കൊള്ളാം, അടിപൊളിയാണ്. നല്ല രീതി. ഉണ്ണിമുകുന്ദൻ്റെ ഒരു കംബാക്ക് എന്ന് പറയാം. അത്രയും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷനൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറാണ്. നല്ല വയലൻസ് ഒരുപാടുണ്ട്. മസ്റ്റ് വാച്ച് തന്നെയാണ് സിനിമ.